പ്രശസ്ത നാടകകൃത്തും എഴുത്തുകാരനുമായ ഓംചേരി എൻ എൻ പിള്ള അന്തരിച്ചു. അന്ത്യം ദില്ലിയിൽ 101 വയസ്സായിരുന്നു. ഓംചേരി എൻ എൻ പിള്ളയുടെ സംസ്കാരം മറ്റന്നാൾ. ഓംചേരിയുടെ മരണത്തിൽ അനുശോചിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും കേരളത്തിന്റെ സാംസ്കാരിക ചൈതന്യമായിരുന്നു ഓംചേരി എന്ന മുഖ്യമന്ത്രിയും അനുശോചിച്ചു. ദേശീയതലത്തിൽ മലയാളത്തിന്റെ മഹിമ ഉയർത്തിപ്പിടിച്ച നാടകകാരനാണ് ഓംചേരി എൻ എൻ പിള്ള. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നാടകങ്ങളിലൂടെ പ്രസിദ്ധനായ ഓംചേരി ദില്ലിയിലെ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ മലയാള മുഖമായിരുന്നു. ദില്ലിയിലെ മലയാളത്തിന്റെ സാംസ്കാരിക അംബാസിഡർ കൂടിയായ നൂറ്റാണ്ട് ജീവിതമാണ് ഓംചേരിയുടേത്. 50കളുടെ ആദ്യം ദില്ലി ആകാശവാണിയിലൂടെയാണ് ഓംചേരി എൻ എൻ പിള്ളയുടെ ശബ്ദം കേരളം കേൾക്കുന്നത്. വൈക്കം ഓംചേരി വീട്ടിൽ നാരായണപിള്ള മകൻ നാരായണപിള്ള ദില്ലിയിലേക്ക് പറിച്ചു നടപ്പെട്ടപ്പോൾ മലയാള സാഹിത്യത്തിനും നാടകത്തിനും ദില്ലിയിൽ മറ്റൊരു സ്വാധീന മേഖല കൂടി ലഭിക്കുകയായിരുന്നു. അമേരിക്കയിലെ പെൻസിൽവേനിയ യൂണിവേഴ്സിറ്റി, മെക്സിക്കൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, വാട്ടൺ സ്കൂൾ എന്നിവിടങ്ങളിൽ ഉന്നത പഠനം നടത്തിയ ഓംചേരി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻസിൽ അധ്യാപകനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഏകാംഗ നാടകങ്ങളുടെ സാധ്യതകൾ കണ്ടെത്തി സാമൂഹ്യ വിമർശനങ്ങളുടെ കുന്തമുനയാക്കിയത് ഓംചേരിയാണ്. 60കളുടെ ആദ്യം ഓംചേരിയുടെ പരീക്ഷണ നാടകങ്ങൾ ദില്ലിയിലെ മലയാള സാഹിത്യ കൂട്ടായ്മകളിലെ നിറസാന്നിധ്യമായിരുന്നു. നടൻ മധു ഉൾപ്പെടെയുള്ളവരുടെ കളരിയായിരുന്നു ഓംചേരി നാടകങ്ങൾ. സഖാവ് AKGയുടെ പ്രേരണയിലാണ് ഓംചേരി ഈ വെളിച്ചം നിങ്ങളുടേതാകുന്നു എന്ന നാടകം രചിച്ചത്. അന്ന് ആ നാടകത്തിൽ അഭിനയിച്ചവരുടെ പേരുകൾ കേട്ടാൽ കേരള രാഷ്ട്രീയ ചരിത്രവും നാടക ചരിത്രവും നടുങ്ങും. KC ജോർജ്, PT പുന്നൂസ്, EK ഇമ്പിച്ചി ബാവ, VP നായർ. ഓംചേരിയുടെ ഉലകുട പെരുമാൾ ഇന്നും പ്രസക്തമായ കാലത്തിനു മുമ്പേ പിറന്ന നാടക സൃഷ്ടിയാണ്. നാടകീയ സന്ദർഭങ്ങൾ കുറിക്കുകൊള്ളുന്ന വിധം ചടുലവും സരസവും നർമ്മതീക്ഷ്ണവുമായി സൃഷ്ടിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് അപാരമാണ്. സമകാലീന മനുഷ്യാവസ്ഥയും രാഷ്ട്രീയാവസ്ഥയും തുളുമ്പുന്നതായിരുന്നു ഓംചേരിയുടെ എല്ലാ നാടകങ്ങളും. 1972 അദ്ദേഹത്തിന്റെ പ്രളയം എന്ന നാടകത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പുരസ്കാരവും ലഭിച്ചു. 2010 സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാരവും ആകസ്മികം എന്ന ആത്മകഥയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചു. 2022 സംസ്ഥാന സർക്കാർ കേരളപ്രഭ പുരസ്കാരം നൽകിയും അദ്ദേഹത്തിനെ ആദരിച്ചു. ഓംചേരിയും ലീല ഓംചേരിയും ദീപ്തി ഓംചേരിയും ശ്രീപദ് ഓംചേരിയും അടങ്ങുന്ന കലാകുടുംബം ദില്ലിയിലെ കേരളത്തിന്റെ സാംസ്കാരിക മുഖമായിരുന്നു. 7 പതിറ്റാണ്ടുകാലത്തെ ആ സർഗസബരിക്കും സാംസ്കാരിക സംഘാടനത്തിനും തിരശ്ശീല വീഴുമ്പോൾ അവസാനിക്കുന്നത് ഓംചേരി എന്ന ഒരു ഇതിഹാസ നാടകമാണ്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.